Hi friends, welcome to our channel. നമുക്ക് ഇന്നൊരു കുട്ടികൾക്കുള്ള ഒരു ടോപ്പാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതായത് കുട്ടികൾക്ക് സ്കേർട്ടിലേക്കൊക്കെ ഇടാൻ പറ്റിയ ടോപ്പാണ്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതാണ്. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. അതായത് ഞാനിവിടെ എടുക്കുന്നത് നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനോട് കൂടി 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം എടുക്കാൻ. ഞാനിതിപ്പോൾ ഒരു 10 വയസ്സായ ഒരു കുട്ടിയുടെ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 18.5 അതിനോട് കൂടി 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 20.5 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റ് അളവാണ്. നമുക്ക് എത്രയാണോ ചെസ്റ്റ് വേണ്ടത് അതിൻ്റെ നല്ലൊരു ഭാഗം കാണണം. 1/4 കണ്ടിട്ട് അതിനോട് കൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ 30ൻ്റെ നല്ലൊരു ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ 7.5 കിട്ടും. ആ 7.5നോട് കൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കൈക്കുഴിയാണ്. അതായത് ആം ഹോള് നമുക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്താണ്. ഇനി ഇതിലേക്ക് ഞാൻ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെയിം മെത്തേഡിൽ അതായത് തുണി നീളത്തിൽ 4 മടക്കുക. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചാണ് ഈ ഒരു ലൈനിങ്. ഇനി നമുക്കിങ്ങനെ ജസ്റ്റ് മാറ്റി വയ്ക്കാം. അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ ക്യാൻവാസിലാണ് കഴുത്ത് കട്ട് ചെയ്യുന്നത്. നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ആദ്യം നമുക്ക് നെക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. നമുക്ക് നെക്ക് വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുക്കുന്നത് 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. നെക്ക് ലെങ്ത്ത് ഞാൻ ഒരു 4.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേമാതിരി ഞാൻ ബാക്ക് കഴുത്തും മാർക്ക് ചെയ്തെടുത്തതാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്താണിത്. ഇനി നമ്മളുടെ ലൈനിങ്ങിലാണ് ഇത് പേസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇത് അയൺ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ മിഡിൽ പോർഷൻ നോക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിപ്പോൾ ഇവിടെ അയൺ ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പോർഷനാണ് ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് പോർഷൻ്റെ നല്ല ഭാഗം നമ്മൾ ഫേസ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ അയൺ ചെയ്ത് വെച്ച് ഇനി നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗത്ത് നമ്മളുടെ അയൺ ചെയ്ത് വെച്ച ലൈനിങ് ആണ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത്. വയ്ക്കുമ്പം നമ്മളുടെ ടോപ്പിൻ്റെ നല്ല വശവും നമ്മളുടെ ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്തിട്ട് വേണം വയ്ക്കാൻ. ഇനി നമ്മൾ ഈ ഒരു പോർഷനിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൂവ് ആവാതിരിക്കാൻ നിങ്ങൾ ഒരു സേഫ്റ്റിക്ക് പിൻ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ കഴുത്ത് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ലൈനിങ്ങിനോട് ചേർത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മളുടെ നെക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് തുമ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി അതേപോലെ നമ്മൾ നമ്മുടെ ആം ഹോളിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. കുട്ടി കുട്ടി സ്ലാഷുകൾ ഇട്ട് കൊടുക്കുക. മറിച്ചെടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഷോൾഡറിൻ്റെ സൈഡിലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിങ്ങനെ ചെയ്യാൻ കാരണം ഞാൻ വേറൊരു സ്ലീവാണ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും മറക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ സ്ലീവ്ലെസ് ആണ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു പാറ്റേണിലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇതിനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിനൊരു ബാക്ക് ഓപ്പൺ കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു ബാക്ക് പോർഷന് ബാക്ക് പാർട്ടിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പകുതിയായിട്ട് മടക്കുക. അതിൻ്റെ മിഡിൽ പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് പ്ലാക്കറ്റ്സ് വെച്ച് കൊടുക്കണം. പ്ലാക്കറ്റ്സിൻ്റെ സൈസ് 2.5 ഇഞ്ച് വീതിയും ലെങ്ത്ത് നമുക്ക് എത്രയാണോ നമ്മൾ ടോപ്പ് ലെങ്ത്ത് അതിനോടുകൂടി 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം എടുക്കാൻ. ഇനി അടുത്ത പ്ലാക്കറ്റ് 2 സൈഡിലും 2 പ്ലാക്കറ്റ് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അടുത്ത പ്ലാക്കറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. 1.25 അടുത്ത പ്ലാക്കറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് 1.25 ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത്. അതായത് നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ അതായത് നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കണം. ഇനി 2.5 ഇഞ്ചിൻ്റെ പ്ലാക്കറ്റ് നമ്മൾ അതായത് റൈറ്റ് സൈഡിലുള്ള കട്ടിങ്ങിൽ ആണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതായത് ഇതിൻ്റെ ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റോങ് സൈഡിനോട് ഇത് ഫേസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു മോൾ വശം ജസ്റ്റ് 2 മടക്കാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷനിലാണ് നമ്മൾ ഈ ഒരു പ്ലാക്കറ്റ് അതായത് 1.25 ഇഞ്ചിൻ്റെ പ്ലാക്കറ്റ് വെച്ച് കൊടുക്കേണ്ടത്. അത് വയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ പ്ലാക്കറ്റിൻ്റെ നല്ല വശവും അതേമാതിരി നമ്മളുടെ കട്ടിങ്ങിൻ്റെ നല്ല വശവും ഫേസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 1/4 ഇഞ്ചിൻ്റെ തുമ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ബാക്ക് സൈഡിലേക്ക് നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാക്ക് സൈഡിലേക്ക് അതായത് റോങ് സൈഡിലേക്ക് വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. ഈ ഒരു ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഹുക്കൊക്കെ നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നത്. സെയിം വേ നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗം നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ പ്ലാക്കറ്റിൻ്റെ നല്ല വശം നമ്മളുടെ
ടോപ്പിൻ്റെ റോങ് സൈഡും കൂടി ഫേസ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. നമ്മളൊരു 1/4 ഇഞ്ച് തുമ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ റൈറ്റ് പാർട്ടിലേക്കാണ് നമ്മൾ ഈ 2.5 ഇഞ്ചിൻ്റെ പ്ലാക്കറ്റ് ഫേസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇനി ഇത് നമുക്ക് ഇവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കറക്റ്റ് മെഷർമെൻറ്റിനനുസരിച്ച് വേണം നമുക്ക് സൈഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്ക് 30 ആണ് ചെസ്റ്റിൻ്റെ സൈസ്. ചെസ്റ്റിൻ്റെ 4 ഭാഗം നമുക്ക് കിട്ടിയത് 7.5 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെസ്റ്റിൻ്റെ 4 ഭാഗമല്ല വേണ്ടത്, പകുതിയാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് 15 ആണ്. 30 അല്ലേ ഞാൻ എടുത്തത്. 30ൻ്റെ ഹാഫ് എന്ന് പറയുമ്പം 15. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് 15 ആണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഉണ്ടെന്നുള്ളത് നോക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലേക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇനി ഇതിൻ്റെ ബാക്കിലെല്ലാം നമുക്ക് ഹുക്കും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതായത് വളരെ സിമ്പിളായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ലീവാണ്, കോൾഡ് സ്ലീവാണ് ഞാനിതിന് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിനൊക്കെ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.